കൺസൾട്ടൻസികളുടെ ഭരണമാണ് കേരളത്തിലുള്ളതെന്നും കോവിഡ്-19 രാഷ്ട്രീയമായി മുതലെടുക്കുകയും അതൊരു അനുഗ്രഹമായും കാണുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എടാട്ട് മഹാത്മാ മന്ദിരത്തിൽ രാജ്മോഹൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. UDF-നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത്. കോവിഡ്-19 രാഷ്ട്രീയമായി മുതലെടുക്കുകയും കോവിഡ് ഒരു അനുഗ്രഹമായും കാണുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ മുഖം വികൃതമായ LDF-നിപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവഹേളിക്കപ്പെട്ട നിലയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ LDF-ന് വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുഖം വികൃതമായ ഇടതുപക്ഷ ജനാധിപത്യമാണ്. ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യമാണ്. വളരെ അവഹേളിക്കപ്പെട്ട നിലയിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ AKG സെന്ററിൽ നിന്ന് പടിയിറങ്ങിയ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കാൻ കഴിയാത്തൊരു ഗതികേട്. രാഷ്ട്രീയത്തിനതീതമായ ഒരു മഹാമാരി വന്നപ്പോൾ സർക്കാരിന് കലവറയില്ലാത്ത പിന്തുണ കൊടുക്കുകയും സർക്കാരിന്റെ പിന്നിൽ നിൽക്കുകയും ചെയ്ത് കേരളം ഒറ്റക്കെട്ടായി. പക്ഷെ ആ അവസരം തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ അവർ ഉപയോഗിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിറ്റി കിച്ചണുകൾ കമ്മ്യൂണിസ്റ്റ് കിച്ചണുകളായി മാറിയ കാഴ്ചയാണ് കണ്ടതെന്നും MP പറഞ്ഞു. കോവിഡ്-19 സന്നദ്ധ പ്രവർത്തനത്തിനായി സർക്കാർ നിയോഗിച്ച സന്നദ്ധ സേനാ പ്രവർത്തകരിലൂടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ ഒതുക്കാനുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കമ്മ്യൂണിറ്റി കിച്ചണുകൾ അവർ അവരുടേതാക്കി മാറ്റി. സന്നദ്ധ സേനയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവസരം കൊടുത്തില്ല. UDF-ന്റെ കുടുംബങ്ങളെ ഉപദ്രവിക്കാവുന്ന മാക്സിമം ഉപദ്രവിച്ചു. അസാധാരണമായൊരു സാഹചര്യം, ആ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ച് കടും വെട്ടി കോടികൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആരോഗ്യ വിവരങ്ങൾ മറിച്ചുവിറ്റ് കേരളത്തെ അടക്കം മറിച്ചു വിൽക്കുന്ന ശ്രമമാണ് സർക്കാർ നടത്തിയത്. പ്രളയത്തിന് ശേഷമുള്ള റീബിൽഡ് കേരള, പമ്പാ നദിയിൽ നടത്തിയ അഴിമതി തുടങ്ങി അഴിമതികളുടെ പരമ്പരകളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, മാലിന്യം അവിടെ ഇരിക്കുന്നു, അവിടെ മണ്ണാണ് അടിഞ്ഞത്. 4 ക്യൂബിക് മീറ്റർ മണ്ണാണ് ഒരു ലോഡ് ലാറിക്ക്. 1,29,000 ക്യൂബിക് മീറ്റർ മണ്ണ് ജയരാജന്റെ ബന്ധുവായ ക്ലേസ് ആൻഡ് സെറാമിക്സിന് കൊടുത്തു കണ്ണൂർ. അവര് പറഞ്ഞു, ഞങ്ങൾ മണ്ണ് സൗജന്യമായി വാരും, പമ്പാ നദിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നോ ഞങ്ങൾ കൊണ്ടുപോകും, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മണ്ണ് വാരുന്ന ഫ്രീ, പക്ഷെ വാരുന്ന മണ്ണ് ഞങ്ങൾ കൊണ്ടുപോകും. 200 കോടി രൂപയുടെ മണ്ണ് അതിൽ അഴിമതി. അങ്ങനെ അഴിമതിയുടെ ഒരു പരമ്പരയല്ലേ ഈ കോവിഡ്-19 കാലത്ത്. ഇരട്ടച്ചങ്കരായ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായാൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരങ്ങളെ കയറ്റില്ല. അധികാരത്തിന്റെ ഇടനാഴിയിൽ മാത്രമല്ല, അകത്തളങ്ങളിലും അന്തഃപുരങ്ങളിലും അവതാരങ്ങൾ. കൺസൾട്ടൻസികളുടെ ഭരണമാണ് കേരളത്തിൽ നടന്നുവരുന്നത്. ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനത്തിനാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്. സ്വപ്ന സുരേഷിനെ ഒരു ഇൻസ്ട്രുമെന്റാക്കി വെച്ച് സർക്കാരാണ് സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശവിരുദ്ധ പ്രവർത്തനത്തിന്, തീവ്രവാദ പ്രവർത്തനത്തിന് അൺലോഫുൾ അമെൻഡ്മെന്റ് ആക്ടിവിറ്റി ലോ UAPA അത് ചുമത്തേണ്ട കേസാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. ആ കള്ളക്കടത്തിലൂടെ സമാഹരിച്ച പണം കള്ളപ്പണം വെളുപ്പിച്ച് ഡോളറാക്കി വിദേശത്ത് കൊണ്ടുപോയിട്ടു. ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മൾ വിചാരിച്ചു സ്വപ്ന സുരേഷ് ആണെന്ന്. അല്ല, ആ സ്വപ്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. ഇതെല്ലാം ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി ശിവശങ്കരൻ. അയാൾ കള്ളനാന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം IAS ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ തകർത്ത് ഭരണം നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു. ചടങ്ങിൽ വെച്ച് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറുകയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ചടങ്ങിൽ K. വിജയൻ അധ്യക്ഷത വഹിച്ചു. TP മുസ്തഫ സാഹിബ്, SKP സക്രിയ, B. സജിത് ലാൽ, K. ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ പിലാത്ര.